പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ നിരീക്ഷണത്തിൽ. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇവിടെ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്നും ഇന്ധനവും ഹെൽമറ്റും മോഷണം പോകുന്നത് പതിവായതോടെയാണ് അധികൃതരുടെ നടപടി. ഇത് സംബന്ധിച്ച വാർത്ത കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിനെ ആശ്രയിക്കുന്ന നിരവധി യാത്രക്കാരുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റെയിൽവേ സ്റ്റേഷന്റെ 2-ാം പ്ലാറ്റ്ഫോമിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ വാഹനങ്ങളിൽ നിന്നും ഇന്ധനം മോഷണം പോകുന്നതും ഹെൽമറ്റ് കാട്ടിലേക്ക് വലിച്ചെറിയുന്നതും നിത്യസംഭവമായിരുന്നു. ഇത്തരക്കാരെ പിടികൂടുന്നതിനായി അധികൃതർ ഇടപെടണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇത് സംബന്ധിച്ച് കണ്ണൂർ വിഷൻ വാർത്തയും നൽകിയിരുന്നു. പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കണമെന്നും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമായിരുന്നു ജനങ്ങളുടെ പ്രധാന ആവശ്യം. സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ 6 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇതോടെ ജനങ്ങളും ആശ്വാസത്തിലാണ്. ഈ ക്യാമറ ഇവിടെ വളരെ ഉപകാരമാണ്. കാരണം ദൂരം വഴി ട്രെയിൻ യാത്രക്ക് പോകാൻ വേണ്ടി ഇവിടെ വണ്ടി വെച്ച് പോകുന്നവരുടെ അവർ യാത്ര കഴിഞ്ഞാൽ ഇന്ന് പോയ ചിലവർ നാളെ വരും, അതെല്ലാം രാത്രി മലബാറിനൊക്കെ തിരിച്ചു വരും. അങ്ങനെ മറ്റുള്ള ട്രെയിനൊക്കെ രാത്രി തിരിച്ചു വരുന്നവരെ പെട്രോൾ പൂർണ്ണമായിട്ട് മോഷ്ടിക്കുക. അതുപോലെ ഇവിടെ ഒരു ദിവസം 2 ദിവസമായിട്ട് വണ്ടി വെച്ച് പോകുന്നവരിലുണ്ട് യാത്ര ചികിത്സ സംബന്ധമായിട്ട്, അവരൊക്കെ പെട്രോൾ പൂർണ്ണമായിട്ടും മോഷ്ടിക്കുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു ഇവിടെ ഒരു ക്യാമറ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ഇപ്പം വളരെ നല്ലൊരു ക്യാമറ സ്ഥാപിക്കുകയും ഇതുപോലുള്ള 1-ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള പാർക്കിംഗ് ഏരിയയിലും ഇങ്ങനെയുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്നത് നല്ല ഉചിതമായിരിക്കും. ഇങ്ങനെയുള്ള യാത്രക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും. വാഹന പാർക്കിംഗ് കേന്ദ്രം നടത്തിപ്പിനെടുത്തവരാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. തിരക്കുള്ള 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലും ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നിലവിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.